നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പ്രതാപ, വിശാലിന് മനം മാറുകയും അവൻ ശേഖരനെ കൊല്ലാതിരിക്കുകയും ചെയ്താൽ ആ ഉദ്യമം നീ ഏറ്റെടുക്കണം. എന്നുവെച്ചാ വിശാൽ ശേഖരനെ കൊന്നില്ലെങ്കിൽ അവന്റെ കയ്യിലെ തോക്ക് നീ പിടിച്ചു വാങ്ങി നീ ശേഖരനെ വെടിവെച്ച് കൊല്ലണം. ഞാനോ? അതെ, നീ തന്നെ അത് ചെയ്യണം. വിശാലിന്റെ തോക്കുകൊണ്ട് നീ ശേഖരനെ വെടിവെച്ച് കൊന്നാൽ ആ കുറ്റം, ആ കൊലപാതക കുറ്റം നമുക്ക് വിശാലിന്റെ തലയിൽ കെട്ടിവെക്കാം. എന്താ പ്രതാപ, അതല്ലേ ബുദ്ധി? അപ്പോ ഒരു വെടിക്ക് 2 പക്ഷി ക്ലോസ്. ചേച്ചി, ഇത് നല്ല ബുദ്ധി തന്നെ. ഒരു വെടിക്കേ 2 പക്ഷികളല്ല, 3 പക്ഷികളാ വീഴാൻ പോകുന്നേ. 3 പക്ഷിയോ? ഏതാ മൂന്നാമത്തെ ഒരു പക്ഷി? ഒന്നും അറിയാത്ത പോലെ. ഞാൻ തന്നെയാ മൂന്നാമത്തെ പക്ഷി. മനസ്സിലായില്ലേ? പ്രതാപ, എനിക്ക് നീ പറയുന്നത് മനസ്സിലായില്ല. നീ എന്താ ഉദ്ദേശിച്ചത്? മനസ്സിലായില്ല? ഓഫ് ചേച്ചി, വിശാല് ശേഖരനെ വെടിവെക്കാൻ മടിച്ചു നിൽക്കുമ്പോ ഞാൻ ആ തോക്ക് വാങ്ങി ശേഖരനെ വെടിവെച്ചാൽ വിശാല് വെറുതെ കണ്ടോണ്ട് നിൽക്കുവോ? ചത്ത് നിലത്ത് വീണില്ലെങ്കിൽ ശേഖരൻ വെറുതെ നിൽക്കുവോ? അവരാരെങ്കിലും എന്റേന്ന് തോക്ക് പിടിച്ചു വാങ്ങിച്ചിട്ട് എന്നെ വെടിവെച്ചാലോ? പ്രതാപ, നിന്റെ ഉന്നം പിഴയ്ക്കരുത്. വിശാലിൽ നിന്നും ആ തോക്ക് പിടിച്ചു വാങ്ങിയാൽ നീ ശേഖരനെ വെടിവെച്ചിരിക്കണം. അത് കൃത്യമായി ശേഖരന്റെ നെഞ്ചത്ത് തറച്ചവൻ വീണിരിക്കണം. അതിന് നിനക്ക് സാധിക്കോ? അതിന് സാധിച്ചാൽ നീ സേഫാണ്. പിന്നെ ആർക്കും നിന്നെ വെടിവെച്ചു കൊല്ലാൻ പറ്റില്ല. അതിൽ ചേച്ചിക്ക് എന്താ എത്ര ഉറപ്പ്? ഉറപ്പുണ്ട് പ്രതാപ. ശേഖരൻ വെടിയേറ്റ് കഴിഞ്ഞാൽ പിന്നെ ആ തോക്കിൽ വേറെ ബുള്ളറ്റ് ഉണ്ടാവില്ല. വിശാലിന്റെ കയ്യിലുള്ള ആ തോക്കിൽ നിന്നും ഒരു ബുള്ളറ്റ് ഒഴികെ ബാക്കി എല്ലാ ബുള്ളറ്റുകളും ഞാനെടുത്ത് മാറ്റിയിട്ടുണ്ട്. പ്രതാപ, നിനക്ക് ദ്രോഹം വരുന്ന എന്തെങ്കിലും പ്രവൃത്തി ഈ ചേച്ചി നിന്നെ ഏൽപ്പിക്കൂ? എടാ, നീയൊന്ന് ധൈര്യമായിട്ടിരിക്കുക. നിനക്ക് ഒരാപത്തും വരില്ല. എന്താ പ്രതാപ, നിന്റെ ചേച്ചിക്ക് വേണ്ടിട്ട് നീ ഇത് ചെയ്യില്ലേ? ചെയ്യും. ഹലോ ഹലോ ചേച്ചി. എന്താടാ, അവിടെ വിശാല് വന്നോ? ചേച്ചി, ഇതുവരെ വന്നിട്ടില്ല. അയാളോ? ആ ശേഖരമേനോ? അയാൾ അവിടെ ഉണ്ടോ? അയാളുണ്ടോ? എടാ, അയാൾ തനിച്ചാണോടാ? അതെ, ഒറ്റയ്ക്കേ ഉള്ളൂ. പക്ഷേ കയ്യിലൊരു ബാഗുണ്ട്.
അതയാള് വളരെ സേഫായിട്ടാ വെച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം അതിൽ വിശാലിനെ കാണിക്കേണ്ട തെളിവുകളായിരിക്കും. പ്രതാപ, പറഞ്ഞതെല്ലാം നിനക്ക് ഓർമ്മയുണ്ടല്ലോ? ഉണ്ട് ചേച്ചി. എടാ, ഒരു കാരണവശാലും പാളി പോവരുത്. ശേഖര മേനോൻ വിശാലിനോട് സത്യങ്ങൾ വിളിച്ചു പറയുന്നതിന് മുൻപ് അയാളെ തട്ടിയിരിക്കണം. അത് നടന്നിരിക്കും ചേച്ചി. ഇല്ലെങ്കിൽ ഇനിയുള്ള എന്റെ 16 വർഷത്തെ ജീവിതം ജയിലിനകത്ത് നശിച്ചു പോവും. ആ ടെൻഷനൊന്നും വേണ്ട ചേച്ചിക്ക്. ഇന്ന് ശേഖരന്റെ മരണവാർത്ത ചേച്ചിയുടെ ചെവിയിൽ എത്തിയിരിക്കും. ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ശേഖരമേനോൻ ജീവനോടെ ഈ ഭൂമിയിലുണ്ടാവൂ. ചേച്ചി ഫോൺ വെച്ചോ, ഞാൻ വിളിക്കാം. ഓക്കേടാ. ഹലോ പ്രഭാവതി മാഡം, പറയണം. ഇൻസ്പെക്ടർ, ഞാനിപ്പോ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരു 10 ലക്ഷം രൂപ ക്രെഡിറ്റ് ചെയ്യും. 10 ലക്ഷോ? അതെ, 10 ലക്ഷം തന്നെ. അപ്പോ എന്തോ കനപ്പെട്ട കേസ് കെട്ടാണല്ലോ മാഡം. അതെ, ഒരു മർഡർ ആണ്. മർഡറോ? അതെ, പറയാം. അപ്പൊ പറഞ്ഞത് ഓക്കെ ആണല്ലോ? കാര്യം സക്സസ് ആവുമല്ലോ? ഡൺ. മാഡത്തിന്റെ ആവശ്യം നടത്തിയിരിക്കും. എന്നാ ശരി. സമാധാനിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.